ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട വിവാദം വലിയ രാഷ്ട്രീയ തർക്കമായി മാറുകയാണ്. ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ശബരിമലയിലെത്തിയത്? എങ്ങനെയാണ് അയാൾ സ്പോൺസറായി മാറിയത്? നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. എങ്കിലേ ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങൾക്ക് ഒരു മറുപടി ഉണ്ടാകൂ. കോടതിയുടെ അന്വേഷണത്തിൽ ആ മറുപടി കിട്ടും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് അറ്റ് 9 തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ശബരിമല ദ്വാരപാലക ശില്പ വിവാദം രാഷ്ട്രീയ പോരിലേക്ക്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബെനാമി എന്ന് പ്രതിപക്ഷ നേതാവ്. പോറ്റിയുടെ ഇടപെടൽ ദുരൂഹമെന്ന് മന്ത്രി VN വാസവൻ. ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് വേണ്ടതെന്ന് BJP. ന്യൂസ് 18 ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയ BJP വക്താവ് പ്രിന്റു മഹാദേവനെ തള്ളി പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അറസ്റ്റിലായ ശേഷവും പരാമർശം ന്യായീകരിച്ച് പ്രിന്റു. ന്യൂസ് 18ഉം അവതാരകയും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നായിട്ട് ഇത് ബോധപൂർവം ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും സമൂഹത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കലി എൻ്റെ ഒരു രാഷ്ട്രീയ കരിയറിനെ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഞാനൊരു ഭീകരവാദിയോ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടകളൊക്കെ എടുത്തിട്ട് ഒരു ഗോഡ്സേഡ് അനുയായി എങ്ങനെയാണ് പലപ്പോഴും വരച്ചത്. ഞാൻ അങ്ങനെ ഒരു ആളുമല്ല. തെറ്റായ പ്രചരണം നടത്തിയ ആളുകളെ സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. മൂകാംബിക. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ഭക്തജനപ്രവാഹം. പുഷ്പരഥോത്സവത്തിൽ പങ്കെടുത്ത ആയിരങ്ങൾ. നാളെ വിജയദശമി. വിദ്യാരംഭ ചടങ്ങുകൾക്കൊരുങ്ങി ക്ഷേത്രങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും. രാഷ്ട്ര നിർമ്മാണത്തിൽ RSS വഹിച്ചത് നിസ്തുലമായ പങ്കെന്ന പ്രധാനമന്ത്രി. 100ാം വാർഷികാഘോഷത്തിൽ വെള്ളി നാണയവും സ്റ്റാമ്പും പുറത്തിറക്കി. സംഘടനയെ നശിപ്പിക്കാൻ മുൻപ് ശ്രമങ്ങൾ നടന്നെന്നും അതിനെയെല്ലാം RSS അതിജീവിച്ചെന്നും മോദി. വയനാട് പുനർനിർമ്മാണത്തിന് ഒടുവിൽ കേന്ദ്ര സഹായം. 2221 കോടി രൂപ ആവശ്യപ്പെട്ട കേരളത്തിന് കിട്ടിയത് 260.56 കോടി. 9 സംസ്ഥാനങ്ങളിലായി നൽകിയത് 4650 കോടി രൂപ. അസമിന് മാത്രം 1270 കോടി. സമാധാനത്തിലേക്ക് ലോകം ഉറ്റുനോക്കുമ്പോൾ ഗാസയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. നെറ്റ്സാരിം ഇടനാഴി പിടിച്ചെടുത്തു. ഗാസ സിറ്റി വളഞ്ഞതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി. ബാക്കിയുള്ളവർ ഉടൻ സ്ഥലം വിടണമെന്നും അല്ലാത്തവർ തീവ്രവാദികളായി കണക്കാക്കുമെന്നും മുന്നറിയിപ്പ്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 3% DA വർധന. 2025 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യം. ഈ വർഷത്തെ രണ്ടാമത്തെ വർധന. സർക്കാരിന് 10,084 കോടി രൂപയുടെ അധിക ബാധ്യത. കാത്തിരിപ്പിന് വിരാമം. കാന്താര ചാപ്റ്റർ 1 നാളെ തിയേറ്ററുകളിൽ എത്തുന്നത്. ഈ വർഷത്തെ അവസാന 1000 കോടി പ്രതീക്ഷ. കേരളത്തിൽ ആദ്യ പ്രദർശനം രാവിലെ 6:30. ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? ശബരിമലയിലെ ദ്വാരപാലക ശില്പ വിവാദം വലിയൊരു രാഷ്ട്രീയ പോരായി മാറുകയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന നിലപാടിലാണ് ഇപ്പോൾ സർക്കാർ. പോറ്റിയുടെ ഇടപെടലുകൾ ദുരൂഹമെന്ന് മന്ത്രി VN വാസവൻ പറയുന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബെനാമി എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത്. എന്തായാലും ഇനി ഏവരും ഉറ്റുനോക്കുന്നത് കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണത്തിലേക്കാണ്. TG സജിത്ത് വിശദാംശങ്ങൾ നൽകും. പുറത്തു വന്നതിനേക്കാൾ വ്യാപ്തിയുള്ള വൻ വിവാദമായി ശബരിമലയിലെ സ്വർണ്ണപീഠ വിവാദം വളരുകയാണ്. ഇതുവരെ വന്നതല്ല ചിത്രം. ഇതിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും മുന്നിലുണ്ടാവുന്ന വെല്ലുവിളി ചെറുതല്ല. അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാവേണ്ടത്. സർക്കാർ ഇപ്പോൾ ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട് ഇങ്ങനെയാണ്. ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് വമ്പൻ ഗൂഢാലോചന നടത്തിയത് എന്നതാണ് സർക്കാരിൻ്റെ വാദം. എല്ലാം അന്വേഷണത്തിൽ വ്യക്തമാവട്ടെ എന്ന് ദേവസ്വം മന്ത്രി നിലപാടെടുക്കുന്നു. പക്ഷേ പ്രതിപക്ഷം കടുത്ത നിലപാടിലാണ്. ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതിന് സർക്കാർ ഉത്തരവാദിയാണ്.
ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബിനാമി എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഒപ്പം സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി പറയണമെന്ന് കോൺഗ്രസും BJPയും ഒരുപോലെ നിലപാടെടുത്തു കഴിഞ്ഞു. അയാൾ പല രൂപത്തിൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വരുന്ന, സംസ്ഥാനത്തിന് വെളിയിൽ നിന്നും വരുന്ന ഭക്തന്മാരെ പല രൂപത്തിൽ ചൂഷണം ചെയ്തിരുന്നു എന്നാണ് ചില സൂചനകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളത്. അതെല്ലാം സമഗ്രമായി പരിശോധിക്കുമ്പോൾ അതെല്ലാം വെളിയിൽ വരും. എല്ലാം വെളിയിൽ വരണം. ഇതിനെല്ലാം ദേവസ്വം ബോർഡും സർക്കാരും കൂട്ടുനിന്നു. അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ ആളുകളാണ് അയ്യപ്പ സംഗമം നടത്തിയത്. അത് മാറ്റം വരുത്തണം എന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ആ സജഷൻ ആരുടെ ഭാഗത്തു നിന്നുണ്ടായി? അതിൽ ദേവസ്വം ബോർഡ് ഈ കാര്യങ്ങൾ ആരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത്? ശബരിമലയിൽ നടന്ന കാര്യങ്ങളിൽ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പരോക്ഷമായെങ്കിലും ഇപ്പോൾ ദേവസ്വം ബോർഡ് അധികൃതർ സമ്മതിക്കുന്നുണ്ട്. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A. പത്മകുമാർ തന്നെ അവിടെ ചെമ്പുപാളിയാണ് കൊണ്ടുപോയത് എന്ന കാര്യം ആവർത്തിക്കുന്നു. അങ്ങനെയെങ്കിൽ വിജയ് മല്യ സ്വർണം പൂശിയ ആ പാളി എങ്ങനെ ഇപ്പോൾ ചെമ്പുപാളിയായി എന്ന വിശദീകരണം നടത്താൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നു? ഇവിടെ പറ്റിയ പിഴവ് ആർക്കാണ് എന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത്. ദേവസ്വം മാനുവൽ അനുസരിച്ച് വേണം കാര്യങ്ങൾ നടക്കാൻ. പക്ഷേ അതിലൊരു പിഴവ് സംഭവിച്ചു എന്ന കാര്യം പരോക്ഷമായി ഇവർ സമ്മതിക്കുന്നു. അങ്ങനെയെങ്കിൽ എല്ലാം ദേവസ്വം മാനുവൽ പാലിച്ചുകൊണ്ടാണോ നടപടിയെടുത്ത് എന്ന ചോദ്യം ഉന്നയിക്കുന്നത് A. പത്മകുമാറാണ്. അതേസമയം വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായ അനന്തഗോപനും നിലപാടെടുത്തു കഴിഞ്ഞു. ശബരിമല വിട്ടിട്ടോ അല്ലെങ്കിൽ ശബരിമലയ്ക്ക് ദോഷം ഉണ്ടാകുന്നൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണം. കാരണം മുൻ പ്രസിഡന്റ് ചെയ്ത ഒരു കാര്യം അത് ചിലപ്പോൾ ശരി, അദ്ദേഹത്തെ സംബന്ധിച്ചോ അദ്ദേഹം ശരിയായ കാര്യങ്ങളായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും പെശകുകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും കണ്ടെത്തുകയും ചെയ്യാമെന്നല്ലേ ഉള്ളൂ. ശബരിമലയിൽ ഗുരുതരമായ ക്രമക്കേടുകളും പിഴവുകളും സംഭവിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ്. 1999 സ്വർണ്ണപ്പാളി പൊതിഞ്ഞ ഇടം പിന്നീട് എങ്ങനെ സ്വർണം പൂശാനായി വിട്ടു നൽകാൻ 2019 ഒരു ഓർഡർ ഇറക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞു. അവിടെ ഗുരുതരമായ പിഴവ് പറ്റിയത് മറ്റ് ചില കാര്യങ്ങൾ കൂടിയാണ്. എങ്ങനെയാണ് കൃത്യമായ ദേവസ്വം മാനുവലുണ്ട്. ദേവസ്വം ക്ഷേത്ര പരിസരത്ത്, ശബരിമല ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് കൃത്യമായ വ്യവസ്ഥയുള്ളപ്പോൾ ഇത് പുറത്തേക്ക് വിട്ടുകൊടുക്കാൻ എങ്ങനെ നടപടിയെടുത്തു? ഇതിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കപ്പെടാതെ പോയതിന് പിന്നിലെന്താണ്? എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് വിശ്വാസത്തിലെടുത്തത്? എന്തുകൊണ്ട് കോടതിയെ ഇക്കാര്യം അറിയിക്കാൻ പോലും തയ്യാറായില്ല എന്ന ഗുരുതരമായ ചോദ്യമുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ സ്വർണ്ണപ്പാളികൾ ഈ നിർമ്മാണത്തിന് ശേഷം തിരികെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ തൂക്കം കൃത്യമായി പരിശോധിക്കാൻ പോലും തയ്യാറാവാത്തത് എങ്ങനെയാണ്? ഇങ്ങനെ ഉയരുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് സമാന്തരമായി ഇപ്പോൾ ദേവസ്വം വിജിലൻസിന് സമാന്തരമായി ഇപ്പോൾ ഹൈക്കോടതി നടത്തുന്ന അന്വേഷണമാണ് ഏറ്റവും സുപ്രധാനമാവുന്നത്. എന്തായാലും വ്യക്തത വരുത്താനുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ശബരിമലയിലെ അവശേഷിക്കുന്ന ഈ ദുരൂഹതകളിൽ വ്യക്തത ഉണ്ടാവണം. അത് പൊതുജനങ്ങളുടെ ആവശ്യമാണ്. ശബരിമലയിൽ നിന്നും സ്വർണം കടത്തിയതാരാണ്? കടത്തിയതല്ല മറ്റെന്തെങ്കിലും സാങ്കേതിക പിഴവാണോ ഉണ്ടായതെങ്കിൽ ഇക്കാര്യത്തിൽ കൂടി വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണം നിർണായകമാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടക്കുന്ന ജുഡീഷ്യൽ അന്വേഷണം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം. കൊലവിളിയിൽ ഖേദിക്കാതെ പ്രിന്റു. ന്യൂസ് 18 സ്പെഷ്യൽ എഡിഷൻ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ കൊലവിളി താൻ പറഞ്ഞതല്ലെന്നും ചാനലിന്റെയും അവതാരക MG രേണുകയുടെയും ഗൂഢാലോചനയാണെന്ന വിചിത്രവാദവുമായി പ്രിന്റു മഹാദേവ് ഇന്നലെ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് BJP വക്താവിന്റെ വിചിത്ര പ്രതികരണം. വിവരങ്ങളുമായി സ്പെഷ്യൽ ഡിബേറ്റ് നയിച്ച MG രേണുക തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ ചർച്ചയിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത കാര്യങ്ങളല്ല പുറത്തു വന്നിട്ടുള്ളത്. ഈ പ്രിന്റു മഹാദേവിന്റെ വാക്കുകളിലൂടെ തന്നെ രാജ്യം മുഴുവൻ കേട്ടതാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിന്റു മഹാദേവ് നടത്തിയ കൊലവിളി എന്താണ് എന്നത്. അത് വലിയ ചർച്ചയാവുകയും ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും കോൺഗ്രസ് വലിയ രാജ്യവ്യാപക പ്രക്ഷോഭം അതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ദേശീയ തലത്തിൽ ശക്തമായി കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ ചർച്ചയ്ക്ക് ശേഷം ഓരോ ഘട്ടത്തിലും നമ്മൾ അത് വാർത്തയാക്കുകയാണ് ചെയ്തത്. അതാണ് ചാനൽ നമ്മൾ സംഘടിപ്പിച്ചത് ലഡാക്ക് കലാപവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയായിരുന്നു. അതിൽ പ്രിന്റു മഹാദേവ് പറഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ ചർച്ചയിലൂടെ
എല്ലാവരും കണ്ടു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകൾ അത് ന്യൂസ് 18 വാർത്തയാക്കി എന്നതിനപ്പുറം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ കൊലവിളി പ്രസംഗവുമായി യാതൊരു ബന്ധവുമില്ല എന്നത് എല്ലാവർക്കും വ്യക്തമാകുന്ന കാര്യമാണ്, പ്രിന്റു മഹാദേവൻ ഒഴിച്ച്. ഈ കാര്യത്തിൽ പറഞ്ഞത് അല്ല പ്രചരിപ്പിച്ചതെന്നും ബോധപൂർവം ചാനലും അവതാരകയും അജണ്ട സെറ്റ് ചെയ്ത് വ്യക്തിപരമായി തേജോവധം ചെയ്യാനും പൊളിറ്റിക്കലി തന്റെ രാഷ്ട്രീയ കരിയർ അവസാനിപ്പിക്കാനുമുള്ള ശ്രമം നടത്തിയെന്നതാണ് പ്രിന്റു മഹാദേവ് ഇപ്പോൾ ആരോപിക്കുന്നത്. അതിൽ അവതാരികയും കൃത്യമായിട്ട് ഇത് ബോധപൂർവം ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും സമൂഹത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കലി എൻ്റെ ഒരു രാഷ്ട്രീയ കരിയറിനെ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഞാനൊരു ഭീകരവാദിയോ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടകളൊക്കെ എടുത്തിട്ട് ഒരു ഗോഡ്സേഡ് അനുയായി അങ്ങനെയാണ് പലപ്പോഴും വരച്ചത്. ഞാൻ അങ്ങനെ ഒരു ആളുമല്ല. ഞാനൊരു സ്കൂളിലെ അധ്യാപകനാണ്. ഒരു 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അധ്യാപകനാണ്. അവിടെ 60% ഇതര പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെയുള്ള എന്നെ ബോധപൂർവം ഒരു കൊലയാളിയായിട്ടൊക്കെ ചിത്രീകരിക്കാൻ വന്നത് എനിക്കുണ്ടാക്കിയ മാനസിക വിഷമം വളരെ വലുതാണ്. എൻ്റെ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എൻ്റെ വീടുകളിൽ കയറി നരവേട്ട നടത്തി. എൻ്റെ പൊതുസമൂഹത്തിൽ വളരെ രീതിയിൽ തേജോവധം ചെയ്യാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായി. എൻ്റെ പ്രതികരണങ്ങളിൽ വൈകാരികമായിട്ട് ഇപ്പോൾ രാജ്യത്തെ സംബന്ധിച്ച ചില വിഷയങ്ങളിൽ എനിക്ക് ചില കാര്യങ്ങളിൽ വൈകാരികമാണ്. എൻ്റെ രാജ്യത്തിനെതിരെ നടക്കുന്ന കലാപങ്ങളിൽ ഞാൻ വൈകാരികമായിട്ടാണ് പലപ്പോഴും പ്രതികരിക്കാറ്. ആ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളിൽ ഞാൻ ചില പക്വത കാണിക്കേണ്ടതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അത് പാലിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാനൊരു കൊലയാളിയുമല്ല, ഞാൻ ആരുടെയും വധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. തെറ്റായ പ്രചരണം നടത്തിയ ആളുകളെ സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. ആ ചർച്ചയിലെ ഒരു ക്ലിപ്പ് കൂടി ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. താങ്കൾ ആ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ? താങ്കൾ ആ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ? നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞ പ്രസ്താവന താങ്കൾ പിൻവലിക്കുന്നുണ്ടോ? ഞാൻ ജൻസി കലാപമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ആരെങ്കിലും രാജ്യത്തിനെതിരെ കലാപം നടത്തി കഴിഞ്ഞാൽ വെടിയുണ്ടവരും എന്തെങ്കിലും തരത്തിൽ രാജ്യത്തിനെതിരെ രാഹുൽ ഗാന്ധി കലാപം നടത്താൻ ശ്രമിച്ചതിന്റെ തെളിവുണ്ടോ പ്രിന്റു നിങ്ങളുടെ കയ്യിൽ? ആ ചർച്ചയുടെ സമയപരിമിതിക്കുള്ളിൽ നിന്ന് പോലും അത് പിൻവലിക്കാനും തെറ്റു പറ്റിയത് ഏറ്റുപറയാനുമുള്ള അവസരം കൊടുത്തിട്ടും അയാൾ പ്രിന്റു മഹാദേവ് അത് ചെയ്യുന്നില്ല എന്നത് നമുക്ക് കൃത്യമായി കാണാം. മാത്രവുമല്ല, അത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നതുകൂടി പ്രിന്റു പറഞ്ഞു നിർത്തുമ്പോൾ നമുക്കത് കാണാവുന്നതാണ്. പിന്നീട് ഈ വാർത്ത വലിയ രീതിയിൽ ചർച്ചയാവുകയും ഓരോ ഘട്ടത്തിലും നമ്മൾ ആ വാർത്ത ചർച്ചയ്ക്കെടുക്കുകയും ചെയ്ത ഘട്ടത്തിൽ 2 തവണ ഞാൻ പ്രിന്റു മഹാദേവിനെ ബന്ധപ്പെടുകയും 2 തവണയും എന്താണ് താങ്കളുടെ നിലപാട് എന്നത് ആവർത്തിച്ച് ചോദിക്കുകയും എന്താണ് ഇതിൽ ചാനൽ എന്ന നിലയിൽ താങ്കളുടെ പ്രതികരണം ആരാഞ്ഞു വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് എന്നത് ഉൾപ്പെടെ ചോദിക്കുകയും ചെയ്യാണ്. ഒരു ഘട്ടത്തിലും പ്രിന്റുവിനുള്ള അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം നിഷേധിച്ചിട്ടില്ല. എന്തുകൊണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയോ മറ്റോ ഉണ്ട് എന്നൊക്കെയുള്ള ഈ ആരോപണങ്ങൾ ഒരു ഘട്ടത്തിലും, അല്ലെങ്കിൽ തനിക്ക് പറയാനുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ എന്നതുപോലും വ്യക്തത വരുത്താൻ തയ്യാറാകാതെ ഇത്രയും ദിവസം കാത്തിരുന്നതിന് ശേഷം നിയമ നടപടികൾ ആരംഭിക്കുന്നു. നിയമ നടപടികൾക്ക് വേണ്ടി കോൺഗ്രസ് വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു, സഭയിൽ വരുന്നു, ദേശീയ തലത്തിൽ ഉയരുന്നു. ഇതിനൊക്കെ ശേഷം കീഴടങ്ങിയതിന് ശേഷം തനിക്ക് പാർട്ടിയിൽ നിന്ന് പോലും യാതൊരു പിന്തുണയും ലഭിക്കുന്നില്ല എന്ന് ബോധ്യമായതിനു ശേഷമാണ് ഈ ഗൂഢാലോചനാവാദവുമായി പ്രിന്റു മഹാദേവ് രംഗത്തെത്തുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമുക്ക് ഇക്കാര്യത്തിൽ മറച്ചുവെക്കാൻ ഒന്നുമില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പ്രിന്റു മഹാദേവ് ചാനൽ അവതാരകയ്ക്കെതിരെയും വേണമെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു നടപടിയെയും നമ്മൾ ഭയക്കുന്നില്ല, ഒരു നടപടി കൊണ്ടും നമ്മളെ ഭയപ്പെടുത്താൻ പറ്റില്ല. ഇത് പ്രിന്റു മഹാദേവ് തന്നെ വരുത്തി വെച്ചതാണ്. ഒരു ചാനൽ ചർച്ചയിൽ ഒരു പാർട്ടിയുടെയും പ്രതിനിധികൾ പറഞ്ഞുകൂടാത്ത വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. അത് തിരുത്താനുള്ള അവസരം ലഭിച്ചിട്ടും തിരുത്താതെ പോയത് പ്രിന്റു മഹാദേവാണ്. ഇപ്പോഴും അത് തിരുത്തുന്നില്ല എന്നത് വേണം നമ്മൾ ഗൗരവത്തോടു കൂടി കാണാൻ. മറിച്ച് അതിന് ഓരോ ന്യായീകരണ വാദങ്ങൾ കണ്ടെത്താനാണ് പ്രിന്റു മഹാദേവ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് താനെന്ന് പറയുമ്പോൾ പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പറഞ്ഞുകൂടാത്ത ഒരു വാക്ക് തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ട് അത് തിരുത്തുന്നില്ല. മറ്റുള്ളവർക്കെതിരെ ഗൂഢാലോചനാ വാദങ്ങൾ ഉന്നയിച്ചു അതിനെ ന്യായീകരിക്കാനാണ് പ്രിന്റു ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം കൊലവിളി പരാമർശത്തിൽ പ്രിന്റു മഹാദേവിനെ തള്ളി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രിന്റുവിന്റെ നിലപാടിനോട് യോജിപ്പില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വ്യക്തിപരമായ വൈരാഗ്യം പാർട്ടിയുടെ നിലപാടല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അല്ല, അത് ഞങ്ങൾ പാർട്ടി മിന്നാന്ന് രാത്രി തന്നെ പറഞ്ഞു. അത് ഞങ്ങൾ കാണുന്നത് ശരിയായിട്ട് കാണുന്നില്ല. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ശത്രുത ആരുടെ എതിരെയില്ല. ഞങ്ങളുടെ ഐഡിയോളജിക്കൽ ബാറ്റിലാണ്, ഞങ്ങളുടെ ഡെവലപ്മെന്റ് ബാറ്റിലാണ്. ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് വികസനം. ഞങ്ങൾ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസിനെ കുറിച്ച് പറയുന്നു. ഞങ്ങൾക്ക് ആരെതിരെ പേഴ്സണൽ എനിമിറ്റിന്റെ രാഷ്ട്രീയം ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആദ്യത്തെ ദിവസം മുതൽ പറയുന്ന കാര്യമാണ്. ഇത് കൃത്യമായി ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ ഒരു വക്താവ് ഒരു
ഒരു പാഷൻ, ഇമോഷൻ, കുറച്ച് ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞു. അത് പാർട്ടി ശരിയല്ല എന്ന് അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് സമ്മതിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ഈ ഇന്റേണൽ പാർട്ടി ഗോസിപ്പ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്തിട്ട് എന്നോട് ചോദിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അല്ല, അത് സാരില്ല. അത് വന്നു, എന്റർടൈൻമെന്റിന് വേണ്ടി ആരോ അത് പുറത്തു വിട്ടു. എന്റർടൈൻമെന്റ് ചെയ്യുന്നവരെല്ലാം എന്റർടൈൻമെന്റ് ആയി. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു. ആരാണെങ്കിലും ഞങ്ങളുടെ പാർട്ടിയിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഇതിൽ ചെറിയ വലിയ ആരും ഇല്ല. പിന്തുണ പാർട്ടിന്റെ പിന്തുണ എല്ലാവർക്കും ഉണ്ടാവും. കൈവിടുന്ന പാർട്ടിയല്ല BJP എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരായ പ്രിന്റു മഹാദേവന്റെ കൊലവിളിയിൽ മന്ത്രിമാർ പറഞ്ഞത് അബദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ്. 26 രാത്രിയാണ് വിവാദ പ്രസ്താവന. 27-നും 28-നും 29-നും പരാതി കൊടുത്തു. പരാതി കിട്ടിയില്ല എന്ന് ഒരു മന്ത്രി പറയുന്നത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. മന്ത്രി MP രാജേഷ് വന്നു പറഞ്ഞു കേസ് കൊടുത്തത് 29-ാം തീയതിയാണ്. 12 മണിക്ക് കൊടുത്തു, 1:45-ന് കേസ് എടുത്തു. എൻ്റെ കയ്യിൽ കേസിന്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. 26-ാം തീയതി സംഭവം നടന്നു. 27-ാം തീയതി ആലപ്പുഴ DCC സെക്രട്ടറി ബിപിൻ മാമൻ പരാതി കൊടുത്തു. 28-ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രാൺകുമാർ പരാതി കൊടുത്തു. അന്നേ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി വസന്ത് തെങ്ങുമുള്ളയുടെ പരാതിയാണ്. അടുത്ത ദിവസം തൃശ്ശൂരിൽ KPCC സെക്രട്ടറി CC ശ്രീകുമാർ പരാതി കൊടുത്തു. എന്നിട്ട് 29-ാം തീയതി പരാതി കിട്ടിയിട്ടുള്ളത് ഒരു മന്ത്രി വന്ന് പറയുന്നത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്? വെറുതെ പറയുകയാണ് ഇവർ രണ്ടുപേരും അബദ്ധമാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി എന്നല്ല ആരെയും വെടിവെച്ച് കൊല്ലാൻ പാടില്ല എന്നതാണ് CPM നിലപാടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ മുൻപ് വധഭീഷണി ഉണ്ടായപ്പോൾ കോൺഗ്രസ് അനങ്ങിയിട്ടില്ലെന്ന് കോഴിക്കോട് കോടിയേരി ദിനത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ മുഹമ്മദ് റിയാസ് പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ ചാനൽ ചർച്ചയിൽ വെടിവെക്കണമെന്ന് ഒരു വ്യക്തി പറഞ്ഞു എന്നുള്ളതാണ്. അതിൽ നമ്മളൊക്കെ പ്രതിഷേധിക്കുന്നു. രാഹുൽ ഗാന്ധിയെ മാത്രമല്ല, ഒരാളെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വധഭീഷണി മുഴക്കുന്ന നിലപാടിനോട് CPM-ന് യോജിപ്പില്ല. ഇത് നമ്മൾ വ്യക്തമാക്കിയതുമാണ്. എന്നാൽ അതൊരു അടിയന്തര പ്രമേയമാക്കി കൊണ്ടുവന്ന് ഒരു വലിയ വിഷയമാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, UDF പൊതുവെ നിയമസഭക്കകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കണം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ മധ്യപ്രദേശിൽ അറിയപ്പെടുന്ന RSSന്റെ നേതാവ് തലവെട്ടിയാൽ ഇനാം പ്രഖ്യാപിച്ചൊരു കാലമുണ്ടായിരുന്നു, ഒരു 3-4 വർഷം മുമ്പ്. നിങ്ങൾ ഓർക്കുന്നില്ലേ? കേരളത്തിൽ ഏതെങ്കിലും കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഇതിനെ അപലപിച്ചോ? ഇത് തെറ്റാണെന്ന് പറഞ്ഞോ? പറയുന്ന സമീപനം ഉണ്ടായിട്ടില്ല. അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും, ഒരു സംശയവും വേണ്ട. ന്യൂസ് 18 ഡിബേറ്റ് ചർച്ച ചെയ്ത് ദേശീയ രാഷ്ട്രീയം. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വർഷിക്കും പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കേസ് പോലും എടുക്കാൻ തയ്യാറാകാത്ത ഈ ഗവൺമെന്റിനെ കുറിച്ച് ഓർത്താണ് എന്തുകൊണ്ട് ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നില്ല. KC വേണുഗോപാലിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഇത് അമിത്ഷായ്ക്ക് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് കത്തയക്കുമെന്ന് വ്യക്തമാക്കി. കൊലവിളിയോട് പ്രതികരിച്ച് പ്രമുഖ നേതാക്കൾ. ഈ ഗവൺമെന്റ് രാജ്യത്തെ ഏറ്റവും സമുന്നതനായ നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട വായിക്കുമെന്ന് പറഞ്ഞ BJP നേതാവിനെ സംരക്ഷിക്കുകയാണ്. ഹൈ പ്രയോറിറ്റിയിൽ രാജ്യം കൊണ്ടു നടക്കുന്ന ആളാണ്. പ്രിന്റു മഹാദേവ് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. മാപ്പ് പറയുന്നതിന് പകരം ന്യൂസ് 18-നും അവതാരക MG രേണുവയ്ക്കുമെതിരെ ഗൂഢാലോചന ആരോപണവുമായി പ്രിന്റു. അതിൽ അവതാരികയും കൃത്യമായിട്ട് ഇത് ബോധപൂർവം ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും ഈ ചർച്ചയിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത കാര്യങ്ങളല്ല പുറത്തു വന്നിട്ടുള്ളത്. താങ്കൾ ആ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ? രാജ്യത്തിനെതിരെ കലാപം നടത്തി കഴിഞ്ഞാൽ വെടിയുണ്ട വീഴും, രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും, ഒരു സംശയവും വേണ്ട. താങ്കൾ ആ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ? നിരന്തരം ചർച്ചയായി ന്യൂസ് 18 വാർത്തകൾ. കരൂരിലും രാഷ്ട്രീയ പോര്. കരൂർ ദുരന്തത്തിന് പിന്നാലെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പോര് മുറുകുകയാണ്.
ദുരന്തം അട്ടിമറിയാണെന്ന് ടി.വിക്ക് ആവർത്തിക്കുമ്പോൾ നേതാവെന്ന നിലയിൽ വിജയുടെ പരാജയമാണ് കരൂരിൽ സംഭവിച്ചതെന്നാണ് DMK നിലപാട്. ഇതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിജയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിജയ് സംസാരിച്ചില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. അപർണ കുറുപ്പ് വിവരങ്ങളുമായി. അപർണ, ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ് നടന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് അതൊരു വലിയ രാഷ്ട്രീയ പോരായി മാറുകയാണ്. അതിൽ കൃത്യമായ അവസരം മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം പുതിയ പുതിയ വാദങ്ങളും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും ഒക്കെ വരുന്നുമുണ്ട്. എന്തൊക്കെയാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്? ശ്രീജ, ഇത് ഒരു ദുരന്തം നടക്കുന്നു, അതിനുശേഷമുള്ള പഴിചാരലുകൾ, അന്വേഷണം എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ടുള്ള കൃത്യമായ പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളാണ് ഇത്. ഈ തുടക്കത്തിൽ ഏതെങ്കിലും തരത്തിൽ വിജയിൻ്റെ പേര് പരാമർശിക്കരുത് എന്ന് സ്റ്റാലിൻ കൃത്യമായി DMK നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയതിരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടതാണ്, വിജയിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് ഒരു ഘട്ടത്തിൽ അന്ന് BJP വളരെ വ്യക്തമായി തന്നെ വിജയിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ്. അതിനുശേഷം വിജയ് 3 ദിവസത്തെ നിശബ്ദതയ്ക്ക് ശേഷം വിജയ് പ്രതികരണവുമായിട്ട് രംഗത്ത് വരിക. വിജയ് ഇതിനകത്ത് സ്റ്റാലിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുക, CM സാർ എന്ന് വിളിച്ചുകൊണ്ട് സ്റ്റാലിനെതിരെയാണ് താൻ പറയുന്നത് എന്ന് വ്യക്തമാക്കുക. അതിനുശേഷം പിന്നീട് കണ്ടത് വിജയിൻ്റെ പേരെടുത്ത് പറയേണ്ട എന്നുള്ളൊരു നിലപാടിൽ നിന്ന് DMK പിറകോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഒരു ഇരവാദത്തിന് വിജയ് നിൽക്കുകയാണ്. അത് ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് DMKക്കുണ്ട്. ആ തരത്തിൽ DMKയുടെ നേതാക്കന്മാർ, സെന്തിൽ ബാലാജി തൊട്ട് ഇങ്ങോട്ട് സ്റ്റാലിൻ്റെ മന്ത്രിസഭ അംഗങ്ങൾ വരെ നേരിട്ട് വിജയെ വിമർശിക്കുന്ന പ്രസ്താവനകളൊക്കെയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. വിജയ് ഇന്നലെ പറഞ്ഞത് തന്നെ അറസ്റ്റ് ചെയ്യൂ, താൻ ഓഫീസിൽ കാണും അല്ലെങ്കിൽ വീട്ടിൽ കാണും, തന്നെ അറസ്റ്റ് ചെയ്യുന്നുള്ളൊരു ഒരു നിലപാട് വിജയ് പ്രകടമാക്കുന്നു. ഏതെങ്കിലും തരത്തിൽ അത് അറസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ അത് രാഷ്ട്രീയപരമായിട്ട് TVക്കും വിജയിനും എത്രത്തോളം ഗുണകരമാകും എന്ന് വ്യക്തമായിട്ട് DMK തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നേരിട്ടുള്ള ഒരു അറസ്റ്റിലേക്കോ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ വിജയെ ഡയറക്റ്റ് ലാക്കാക്കിയുള്ള ഏതെങ്കിലും ഒരു നിയമ നടപടികളിലേക്കോ കടക്കാൻ DMK ഉദ്ദേശിക്കുന്നില്ല. അത് വ്യക്തമായി അറിയുന്നത് കൊണ്ടുകൂടി ആണ് വിജയ് ഈ നീക്കം MK സ്റ്റാലിനെതിരെ തിരിക്കുന്നത്. ഇതിനിടയിൽ സെന്തിൽ ബാലാജി, കരൂരിലെ MLA കൂടിയായ സെന്തിൽ ബാലാജി അടക്കം വിജയ് TVക്ക് ഉയർത്തിയ പല വാദങ്ങളും കൃത്യമായി പൊളിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളുമായി രംഗത്തെത്തുകയും ചെയ്തു. അങ്ങനെ ഇതൊരു രാഷ്ട്രീയ പോരായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇനി കോടതിയുടെ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമുണ്ട്. കോടതി ഇത് ഏത് തരത്തിലേക്കാണ് അന്വേഷണത്തിന് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന നിലപാടുകൾ എന്താണെന്നൊക്കെ രാഷ്ട്രീയമാണ്. അതിനിടയിൽ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJPയുടെ സമുന്നത നേതാവ് വിജയുടെ ഓഫീസിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരിക്കുന്നു. വിജയ് ആ ഫോൺ കോൾ അവഗണിച്ചിരിക്കുന്നു. നോയാണ് വിജയ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും BJPയിലേക്ക് അടുക്കുകയാണോ വിജയ് എന്നൊരു ചോദ്യമുണ്ട്. അതല്ലാതെ ഇത് ഒരു നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയാൽ വിജയുടെ മുന്നിൽ എന്താണുള്ളത്, BJPക്ക് കീഴടങ്ങിയല്ലാതെ വിജയ്ക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നൊരു ചോദ്യം രാഷ്ട്രീയ വിലയിരുത്തലുകൾ വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഒരു നീക്കത്തിലേക്ക് വിജയ് പോവുകയാണെങ്കിൽ TVKയും BJPയും AIADMKയും ചേർന്നുള്ള ഒരു സഖ്യം ഒരു പക്ഷേ 2026 തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ കളമൊരുങ്ങുമോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിലും DMKയെ സംബന്ധിച്ചിടത്തോളം BJPയുമായി വിജയ് കൂട്ടുകൂടുന്നത് വലിയ തരത്തിലുള്ള വിജയുടെ സ്ഥാപിത അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ച അവകാശവാദങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് രാഷ്ട്രീയപരമായിട്ട് DMKക്ക് പറയാൻ കഴിയും. സ്റ്റാലിൻ ആ തരത്തിലായിരിക്കും പറയുക. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ ഇപ്പോൾ അമിത്ഷായുടെ ഫോൺ കോൾ എടുക്കണ്ട എന്ന് വിജയ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുകൂടി അറിയണം. അപ്പോൾ ഇനി 8 മാസം കൂടിയാണ് തെരഞ്ഞെടുപ്പിന് തമിഴ്നാട്ടിലുള്ളത്. CBI അന്വേഷണം വേണം എന്നൊരു നിലപാട് വിജയ് സ്വീകരിച്ചിട്ടുണ്ട്. BJPയോട് ഒരുപക്ഷെ ഒരു സഖ്യത്തിലേക്ക് കടക്കാതെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഇവിടെ കൊണ്ടുവരിക, ഒരു പരോക്ഷ പിന്തുണ BJPയുടെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുക, അങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുക. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സഖ്യ രൂപീകരണത്തിലേക്ക് ഒരുപക്ഷെ പിറകിൽ ബാക്ക് സ്റ്റേജിൽ അതിനുള്ള ചർച്ചകൾ നടക്കുക. ഇതായിരിക്കുമോ ഈ 8 മാസം ഉണ്ടാവുക എന്നാണ് അറിയേണ്ടത്. ഏതായാലും ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് MK സ്റ്റാലിൻ അടക്കമുള്ളവർ വിജയിൻ്റെ ആരോപണങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മറുപടി കൊടുത്തിട്ടില്ല. മറുപടി കൊടുത്തത് മുഴുവൻ മന്ത്രിസഭാ അംഗങ്ങളാണ് എന്ന് കൂടി എടുത്തു കാണണം. ഇനി അറിയാനുള്ളത്, തമിഴ്നാട് ഹൈക്കോടതിയിൽ TVK അംഗം ആദവർജുന കൊടുത്ത ഹർജിയുണ്ട്. ഇത് പൊതുതാൽപര്യ ഹർജിയാണ്. CBI അന്വേഷണം അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടും കരൂർ പോലീസിൽ നിന്ന് ഇത് മാറ്റണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ്. അതിലെന്ത് നടപടി ഉണ്ടാകുമെന്നറിയണം. ഒപ്പം എടുത്തു പറയേണ്ടത്, ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് സ്റ്റാലിനെ വിമർശിക്കേണ്ട ഒരു സാഹചര്യമില്ലാത്ത തമിഴ്നാട്ടിലെ CPM പോലും ഇപ്പോൾ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് ഇതിൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു അന്വേഷണം
അന്വേഷണം, ഒരു ജുഡീഷ്യൽ അന്വേഷണമെങ്കിലും നടത്തണമെന്നൊരു നിലപാട് CPM-ന്റെ തമിഴ്നാട് CPM സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും BJP-യും ആവശ്യപ്പെടുന്നത് അതാണ്, ADMK-യും ആവശ്യപ്പെടുന്നത് അതാണ്. അതുകൊണ്ട് ഇതൊരു മറ്റൊരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വിജയനെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയപരമായി അത് വലിയൊരു പിടിവള്ളിയാകും. അങ്ങനെ ഏത് തരത്തിലേക്കാണ് ഇനിയുള്ള സംഭവ വികാസങ്ങൾ പോകുക എന്നറിയണം. ഒപ്പം ഒറ്റ കാര്യം കൂടി ശ്രീജ, ലിയോയുടെ റിലീസ് കേരളത്തിൽ നീട്ടിവെക്കാനുള്ള ഒരു തീരുമാനം വിജയ് ആരാധകർ ഈ കഴിഞ്ഞ മണിക്കൂറിൽ എടുത്തിട്ടുണ്ട്. ദീപാവലിക്കാണ് ജനനായകൻ വരുന്നത്. കൃത്യമായി വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പറയാനുള്ള പല കാര്യങ്ങളും ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു സിനിമയായിരിക്കും ജനനായകൻ എന്നറിയാം. ഏതെങ്കിലും തരത്തിലുള്ള സന്ദർഭങ്ങളോ പഞ്ച് ഡയലോഗുകളോ ഈ സിനിമയ്ക്കകത്തുണ്ടാകുമോ, അങ്ങനെ കൂടി വിജയ് ഒരു മറുപടി DMK-ക്കും MK സ്റ്റാലിനും കൊടുക്കാൻ മുതിരുമോ എന്നുള്ളതെല്ലാം കണ്ടറിയണം. ഏതായാലും അതിനാടകീയമായുള്ള സംഭവവികാസങ്ങൾ, പുതുമയല്ലാത്ത തമിഴ്നാട് രാഷ്ട്രീയം, കരൂർ ദുരന്തം, അതിനപ്പുറത്തേക്ക് എന്താണ് കാത്തുവെക്കുന്നത് എന്നുകൂടിയായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളും ദിവസങ്ങളും പറയുക. ശരി അപർണ. കരൂർ ദുരന്തത്തിൽ TVKക്കെതിരെ DMK നേതാവ് സെന്തിൽ ബാലാജി അപർണ പറഞ്ഞതുപോലെ രംഗത്ത് വന്നു. പാർട്ടി പരിപാടികൾക്ക് എത്തുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യം ഒരുക്കേണ്ടത് അതത് പാർട്ടികളാണെന്നും കരൂരിൽ രാഷ്ട്രീയം കലത്തൊന്നില്ലെന്നുമാണ് സെന്തിൽ ബാലാജി പറഞ്ഞത്. அவங்க கேட்ட இடங்கள் முதல்ல லைட் ஹவுஸ் கார்னர், அதுல எவ்வளவு பேர் நிக்கலாம் நீங்க சொல்லுங்க. அந்த லைட் ஹவுஸ் கார்னர் ஜங்ஷன்ல அது ஒரு டர்னிங் பாயிண்ட், அது அந்த இடத்துல திரும்புற இடம் தானே. அது அந்த திரும்புற இடங்கள்ல அந்த லைட் ஹவுஸ் கார்னர்ல எவ்வளவு பேர் நிக்க முடியும்னு பத்திரிகையாளர் நீங்க தான் உலகத்துக்கு சொல்லணும். அதே மாதிரி அடுத்து கேட்டது உழவர் சந்தை. உழவர் சந்தையில எவ்வளவு பேர் நிக்க முடியும் நீங்க பாருங்க, உங்களுக்கே தெரியும். இங்க இருக்கக்கூடிய எல்லா பத்திரிகையாளருக்கும் உழவர் சந்தையில எவ்வளவு பேர் கூட்டம் நிக்க முடியும், லைட் ஹவுஸ் கார்னர்ல எவ்வளவு பேர் நிக்க முடியுங்கிறது உங்களுக்கு நல்லா தெரியும். பார்த்துட்டு அதுக்கப்புறம் வேலுசாமிபுரத்துல எவ்வளவு பேர் நிக்க முடியுங்கிறத பாருங்க. இந்த 3 இடங்கள்ல எது அதிகமான நபர்கள் நிற்க முடியும், எது அதிகமான நபர்கள் கலந்து கொள்ள முடியும், பொதுமக்களுக்கு எந்தவித போக்குவரத்தும் இடையூறு இல்லாம எந்த இடங்கள்ல அந்த கூட்டம் நடந்தா மக்களுக்கு சிரமம் இல்லாம இருக்குங்கிறது நீங்களே ஒரு கணம் சிந்திச்சு பாருங்க. ഗാസയിൽ സമാധാനം ഇനിയും അകലെ. സമാധാന നീക്കങ്ങൾക്ക് തിരിച്ചടിയായി ഗാസയിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രയേൽ. നെറ്റ്സാരിം ഇടനാഴി പിടിച്ചെടുത്തെന്ന് IDF അവകാശവാദം ഉന്നയിച്ചു. അന്ത്യശാസന സമയം കഴിയും മുൻപാണ് ഇസ്രയേലിന്റെ പ്രകോപനം. വിവരങ്ങളുമായി MG രേണു. എല്ലാവരും കാത്തിരുന്നത് ഹമാസിന്റെ മറുപടി എന്താവും എന്നറിയാനാണ്. ഇസ്രയേൽ സ്വമേധയാ തന്നെ സമാധാനത്തിനുള്ള സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞപ്പോൾ, പക്ഷേ അതിനിടയിലാണിപ്പോൾ ഗാസ സിറ്റി പിടിച്ചെടുത്തുവെന്നും നെറ്റ്സാരിം ഇടനാഴി പിടിച്ചെടുത്തുവെന്നും ഒക്കെയുള്ള പ്രഖ്യാപനം. എന്താണിപ്പോൾ ഗാസയിൽ നടക്കുന്നത്? തീർച്ചയായും ശ്രീജ, വലിയ രീതിയിൽ സമാധാനം പുലരുമോ എന്ന പ്രതീക്ഷയോടുകൂടി ലോകം പശ്ചിമേഷ്യയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിന് ട്രംപ് അനുവദിച്ച 72 മണിക്കൂർ സമയം തീരാൻ ഇനിയും ബാക്കിയുള്ളപ്പോഴാണ് ആദ്യ മണിക്കൂറുകളിൽ തന്നെ അവിടെ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേൽ. ഇപ്പോൾ നെറ്റ്സാരിം ഇടനാഴി പിടിച്ചെടുത്തു എന്ന വിവരം ഇസ്രയേൽ പങ്കുവച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അവിടെ തുടരുന്ന മനുഷ്യർ എത്രയും വേഗം പുറത്തു പോകണമെന്നും ഇനി അവിടെ തുടരുന്നവരെ ഭീകരവാദികളായി കണക്കാക്കുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെ ഇനി തുടരുന്നവരെ ഒന്നുകിൽ ഭീകരരായോ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്നവരായോ കണക്കാക്കും എന്നതാണ് ഈ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് വലിയ ഒരു തരത്തിലുള്ള ആക്രമണം അവിടെ ഇസ്രയേൽ ലക്ഷ്യമിടുന്നു എന്നതിന്റെ കൃത്യമായ സൂചനകളാണ്. ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ നെറ്റ്സാരിം ഇടനാഴി ഇസ്രയേൽ പിടിച്ചെടുത്തതോടുകൂടി തെക്കുനിന്നും വടക്കോട്ടോ വടക്കു നിന്ന് തെക്കോട്ടോ ഉള്ള ഗാസയുടെ ജനങ്ങളുടെ നീക്കം എന്നത് ഇസ്രയേൽ പരിശോധനയോടുകൂടി മാത്രമേ ഇനി സാധ്യമാകുകയുള്ളൂ എന്ന ഒരു നില കൂടി വന്നിരിക്കുകയാണ്. അങ്ങനെ എല്ലാ വിധത്തിലും ഇസ്രയേൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. അവിടെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. 16 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്നുകൊണ്ടിരുന്നത്. അത് ഒരു റെഫ്യൂജി ക്യാമ്പ് ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ട് നടന്ന ആക്രമണത്തിലാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 16 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന വിവരം വരുന്നത്. നമുക്കറിയാം, ട്രംപ് പ്രഖ്യാപിച്ച 20 വ്യവസ്ഥകൾ അടങ്ങിയ സമാധാന ഉടമ്പടിയാണ് ഹമാസിന് മുന്നിൽ വെച്ചിരുന്നത്. അതിൽ തീരുമാനമെടുക്കാൻ ഹമാസിന് 72 മണിക്കൂറാണ് ട്രംപ് അനുവദിച്ചിരുന്ന സമയം. അതിനുള്ളിൽ തീരുമാനം പറഞ്ഞില്ല എങ്കിൽ, ഇതിൽ വിധേയപ്പെട്ടില്ല എങ്കിൽ തങ്ങൾ പണി തീർക്കും എന്ന ഒരു ഭീഷണിയും ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയം പോലും കാത്തു നിൽക്കുന്നില്ല ട്രംപും നെതന്യാഹുവും എന്ന് വേണം മനസ്സിലാക്കാൻ. ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കുന്നതിലേക്ക് അവർ നടപടികൾ നീക്കിയിരിക്കുന്നു. അതിനുള്ള സൈനികമായിട്ടുള്ള നീക്കം തന്നെ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് അവിടെ നിന്ന് വരുന്ന വിവരം. ഇത് സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമോ
എന്ന ആശങ്ക ഉയർന്നിരിക്കുകയാണ്. നമുക്കറിയാം ഹമാസിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന വ്യവസ്ഥകളായിരുന്നില്ല ഈ ഇപ്പോൾ മുന്നോട്ട് വെച്ച സമാധാന ഉടമ്പടിയിൽ പോലും ഉണ്ടായിരുന്നത്. അത് ഹമാസ് അംഗീകരിക്കുമെന്ന ഒരു പ്രതീക്ഷയും ലോകത്തിനില്ലായിരുന്നു. എങ്കിൽ പോലും അവർക്കുമേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉയർന്നു വരികയായിരുന്നു. ആ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് ആയുധം താഴെ വെച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദം ലോകരാഷ്ട്രങ്ങൾ ഹമാസിനുമേൽ നടത്തിവരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു വലിയ സൈനിക നീക്കം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് സമാധാന വ്യവസ്ഥകളെ, സമാധാന ശ്രമങ്ങളെ തിരിച്ചടിക്കുമെന്ന് തന്നെയുള്ള ഒരു ആശങ്ക ഉയർന്നിരിക്കുകയാണ്. നേരത്തെ നമുക്കറിയാം ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഘട്ടത്തിലാണ് ഇസ്രയേൽ ഖത്തറിന് നേരെ ആക്രമണം നടത്തുകയും ആ സമാധാന നീക്കങ്ങൾ, മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ തകിടം മറിയുകയും ചെയ്തത്. സമാനമായ നീക്കമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പോൾ ഇസ്രയേലിന്റെ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് ട്രംപിന്റെ നേതൃത്വത്തിൽ ഇസ്രയേലും ട്രംപും ചേർന്ന് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഉടലെടുപ്പിച്ച ഒരു ഉടമ്പടി, സമാധാന ഉടമ്പടി എന്ന് തന്നെ നമുക്കിതിനെ പറയാം. അതിൽ താല്പര്യങ്ങൾ സംരക്ഷിച്ചത് മുഴുവൻ ഇസ്രയേലിൻ്റെതായിരുന്നു. അങ്ങനെ ഒരു നീക്കം നടക്കുമ്പോഴും അതിന് അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുകയും അവർ അതിലൊരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ സമാധാന നീക്കങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. അതിൽ ഒരു വളരെ പ്രധാനമായിട്ടുള്ള 2-3 കാര്യങ്ങൾ എന്നത് ഗാസ ഒരിക്കലും പിടിച്ചടക്കില്ല എന്നുള്ള നീക്കമായിരുന്നു. ബന്ദികളെ വിട്ടയക്കുന്നത് ഉൾപ്പെടെയുള്ള ഉടമ്പടികളും വ്യവസ്ഥകളുമായിരുന്നു അതിൽ മുന്നോട്ട് വെച്ചിരുന്നത്. ജനങ്ങൾക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതില്ല എന്നതായിരുന്നു ഏക ആശ്വാസമായിട്ടുള്ള കാര്യം. അവിടെയാണ് അതിന് തന്നെ തുരങ്കം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സൈനിക നീക്കം അവിടെ നടക്കുന്നത്. അതായത് ബാക്കിയുള്ള ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നു, അല്ലാത്തവരെ ഭീകരരുടെ സഹായികളോ ഭീകരരോ ആയി കണക്കാക്കുമെന്ന് പറയുമ്പോൾ അവിടെ ആക്രമണം ശക്തമാക്കി ഗാസ പിടിച്ചടക്കാൻ തന്നെ ഈ സമയത്തിനുള്ളിൽ നീക്കം നടക്കുന്നു എന്നതാണ്. ഈ സമാധാന ഉടമ്പടി നടക്കുമ്പോൾ പോലും ഒരു തരത്തിലും യുദ്ധം നിർത്തിവെക്കുന്നു എന്നൊരു സൂചന ട്രംപോ നെതന്യാഹുവോ നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ സമയം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ സൈനിക നീക്കങ്ങൾ പൂർണ്ണമാക്കും എന്ന ആശങ്കയാണ് ഇപ്പോൾ അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ശരി രേണു ആണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയിൽ ഷട്ട്ഡൗൺ. അമേരിക്ക റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് തർക്കത്തെ തുടർന്ന് ധനവിനിയോഗ ബിൽ അമേരിക്കൻ സെനറ്റിൽ പാസ്സായില്ല. ഇതോടെ അമേരിക്കയിലെ എല്ലാ സർക്കാർ വകുപ്പുകളും സ്തംഭിച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് ശമ്പളമില്ലാതെ അവധിയിൽ പ്രവേശിക്കേണ്ട സാഹചര്യം. അവശ്യ സർവീസുകളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരും. അങ്ങനെ വിവിധ മേഖലകളിലാണ് ഇതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാവുക. ആ പ്രത്യാഘാതങ്ങൾ വിശദമായി വിലയിരുത്താൻ ഡോക്ടർ സജിമോൻ ആന്റണി നമ്മളോടൊപ്പം അമേരിക്കയിൽ നിന്ന് ചേരുന്നുണ്ട്. ഡോക്ടർ സജിമോൻ ആന്റണി, ഗുഡ് മോർണിംഗ്. അവിടെ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. ഇന്നത്തെ ഒരു ദിവസം, ഈ കഴിഞ്ഞ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഷട്ട് ഡൗണിലേക്ക് പോയ സാഹചര്യം, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, അതെങ്ങനെയൊക്കെയാണ് പ്രതിഫലിച്ചു തുടങ്ങുന്നത്? ശ്രീ, തികച്ചും അത് വലുതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം ഇതൂടെ പറയേണ്ടിയിരിക്കുന്നു, ഇതൊരു പുതുമയുമല്ല. കാരണം 1980 തുടങ്ങി പലപ്പോഴും പല 90കൾ ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഈ ഒരു ഡിബേറ്റ് വന്നു കഴിഞ്ഞ് ഏതാണ്ട് മണിക്കൂറുകളായിരുന്നു ഷട്ട് ഡൗൺ എങ്കിൽ 90ന് ശേഷം നമ്മൾ കണ്ടത് വേറൊരു രീതിയിലാണ്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് 10 തവണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 6 തവണയും വളരെ സിവിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു വർഷം എന്ന് പറയുന്നത് 2013 പ്രസിഡന്റ് ഒബാമയുടെ സമയത്തും പിന്നെ 2018 സമയത്ത് 18-19 സമയങ്ങളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യത്തെ ടേമിലായിരുന്നു. അന്ന് 35 ദിവസത്തോളം ഇത് നീണ്ടുപോയി എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇവിടെ ഇപ്പോൾ ഒരു ടോക്ക് എന്ന് പറയുന്നത് എവിടെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നിൽക്കുന്നത്, എന്താണ് ഡെമോക്രാറ്റുകളുടെ സ്ട്രാറ്റജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നത് ഫെഡറൽ വർക്ക് ഫോഴ്സ് കുറയ്ക്കാനുള്ളത്. കാരണം ഓർക്കണം, നമ്മൾ ഡോജ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് 5-6 മാസം മുമ്പ് ഇലോൺ മസ്കും ട്രംപും ഒക്കെ കൂടി പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാക്കിയായിരുന്നു ഫെഡറൽ വർക്ക് ഫോഴ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഫെഡറൽ ഡെഫിഷ്യൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പൊ അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത് എനിക്ക് തോന്നുന്നു. എന്നാൽ അതുകൊണ്ട് ഓടൊപ്പം എടുത്തു പറയേണ്ട വേറെ 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ ഹെൽത്ത് കെയർ സർവീസാണ്. മെഡിക്കെയ്ഡ് എലിജിബിൾ ആയിട്ടുള്ള ഏകദേശം 17 മില്യൺ അമേരിക്കക്കാരുടെ മെഡിക്കെയ്ഡ് ബെനിഫിറ്റുകൾ പോകുന്ന ഒരു പ്രൊവിഷന് 6 മാസം മുമ്പ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാസ്സാക്കിയ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനകത്ത് ഉണ്ട്. ആ പ്രൊവിഷന് എടുത്തു കളയണമെന്നുള്ളതാണ് ഡെമോക്രാറ്റുകളുടെ ഒരു വലിയ ഒരു പുഷ് ഇതിന് ഈ നെഗോഷിയേഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ളത്. അതോടൊപ്പം എടുത്തു പറയേണ്ട 2ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണഗതിയുടെ ഒരു എക്സ്റ്റൻഷൻ പീരീഡ്, സ്റ്റോപ്പ് ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് പറയും. ഇങ്ങനൊരു കീറാമുട്ടിയായിട്ട് ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഷട്ട് ഡൗണിലേക്ക് വരാതെ, അല്ലെങ്കിൽ ഷട്ട് ഡൗണിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഏതാനും മണിക്കൂറിലകം ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് ഫണ്ടിങ് വെച്ചുകൊണ്ട് 6 ആഴ്ചത്തേക്ക്, 5 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ 7 ആഴ്ചത്തേക്കൊക്കെ ഒരു താൽക്കാലിക
ഒരു സൈൻ അല്ലെ ഒരു എഗ്രിമെന്റ് വരുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. ഇവിടെ ഇന്നും അതും കാണുന്നില്ല. എന്നാൽ ഇപ്പം എനിക്കറിയാൻ കഴിയുന്നത് സെനറ്റ് റിപ്പബ്ലിക്കൻസ് അല്ലെങ്കിൽ ഡെമോക്രാറ്റ്സുകൾ അവർ രണ്ടാമത് ഒരു തവണയും കൂടി ആ ഒരു ശ്രമത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇത് വളരെ വാശിയേറിയ ഒരു ഫൈറ്റാണ് നടക്കുന്നത്. ഡെമോക്രാറ്റ്സുകൾ ഇതിനെ ഒരു ജീവൻ മരണ പോരാട്ടമായിട്ടാണ് എടുക്കുന്നത്. കാരണം ഈ വേറൊരു പ്രത്യേകിച്ചുള്ള കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഒബാമ അഡ്മിനിസ്ട്രേഷൻ ഇറങ്ങിയതിന് ശേഷം വലിയൊരു പുഷ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഉണ്ടായിരുന്നു. ഈവൻ സുപ്രീം കോടതിയിൽ വരെ അത് പോയ കേസാണ് ഒബാമ കെയറിനെ അബോളിഷ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ ഒബാമ കെയറിന്റെ എക്സ്റ്റൻഷൻ, ബെനിഫിറ്റിന്റെ എക്സ്റ്റൻഷന് പാസ്സാക്കേണ്ട ഒരു ലാസ്റ്റ് ഡെഡ് ലൈൻ ഇന്നായിരുന്നു, ഒക്ടോബർ 1 ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്രൈസിസ് മോഡിൽ രണ്ടു കൂട്ടരും വാദിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ അംഗീകരിക്കാത്തതിന്റെ കാരണം റിപ്പബ്ലിക്കൻസിനെ എങ്ങനെയെങ്കിലും ഈ ഒബാമ കെയറിനെ എടുത്തു കളയണം എന്നുള്ളൊരു വാശി കഴിഞ്ഞ 10-15 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ഇന്ന് ഈ ഒരു സാഹചര്യം വന്ന സ്ഥിതിയിൽ ഈ ഒരു ഫണ്ടിങ് അതിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഒബാമ കെയറിന്റെ പ്രീമിയം ഒക്കെ ഏകദേശം 70% കൂടും. അപ്പൊ നാച്ചുറലി ആ പ്രോഗ്രാം കില്ലായി പോകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഇരുഭാഗത്തും അവരുടേതായ ആർഗ്യുമെന്റുകളുണ്ട്. എന്തായാലും ഇത് വളരെ സങ്കീർണമായിട്ടാണ് പോകുന്നത്. ആരെയൊക്കെയാണ് ബാധിക്കുന്നത് ചോദിച്ചാൽ അമേരിക്ക ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ എൻറ്റയർ അമേരിക്ക കംപ്ലീറ്റ് ഷട്ട് ഡൗൺ എന്നതിനെ ലിറ്ററലി എടുക്കരുത്. കാരണം അവശ്യ സർവീസുകൾക്കൊന്നും ഇതിനെ ബാധിക്കുകയില്ല. എന്നാൽ പ്രത്യേകിച്ച് FDA സർവീസ്, എയർ ട്രാവൽ സർവീസ്, വെറ്ററൻ സർവീസുകൾ, പാർക്കുകൾ, ഒരു പരിധി വരെ ചിലപ്പോൾ പോസ്റ്റൽ സർവീസുകൾ, ഇമിഗ്രേഷൻ സർവീസുകളൊക്കെ ഇതിനെ ബാധിച്ചേക്കാം. അപ്പൊ ഇത് ഏത് സെഗ്മെന്റിലാണ് അമേരിക്കയിൽ ഈ ഒരു സെഗ്മെന്റിലുള്ള ആൾക്കാർ ഗവൺമെന്റ് എംപ്ലോയീസ് ജോലി ചെയ്യുന്നത് എന്നതിനെ അധിഷ്ഠിതമായിട്ടായിരിക്കും ഇത് ആർക്കാണ് ഇമ്പാക്ട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇമിഗ്രേഷൻ നമ്മളെയൊക്കെ ബാധിക്കുന്ന കാര്യം കൂടെയാണ്. അപ്പൊ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഫുർലോ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നീങ്ങാനുള്ള ഫയലുകൾ ഒന്ന് സ്ലോ ആയി പോകും. കാരണം എംപ്ലോയീസ് വേക്കന്റ് ആണ്, ഇപ്പൊ ഇവിടെ ആരും അവധി എടുക്കുന്ന കാരണം കൊണ്ടിട്ട്. അതുകൊണ്ട് തന്നെ എയർ ട്രാവലിന് കഴിഞ്ഞ തവണ ഇതായപ്പോൾ 2018 ട്രംപ് അഡ്മിനിസ്ട്രേഷന് വന്നപ്പോൾ 35 ദിവസം കഴിഞ്ഞപ്പം അതിന്റെ സൊല്യൂഷനിലേക്ക് വരാനുള്ള ഒരു റീസൺ TSA ആയിരുന്നു. അതായത് എയർ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സെക്യൂരിറ്റി സർവീസ് അവർക്ക് ഭയങ്കര വർക്ക് ലോഡ് വന്നപ്പം അത് എയർ ട്രാവൽ സേഫ്റ്റിയെ ബാധിക്കും എന്നുള്ള കാരണം പറഞ്ഞാണ് 35 ദിവസം കഴിഞ്ഞ നെഗോഷിയേഷൻ പൂർണ്ണമായത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ചില അവശ്യ സാധനങ്ങളെല്ലാം, എമർജൻസി സർവീസുകളെല്ലാം ഓപ്പൺ ആണ്. എന്നാൽ പാർക്കുകൾ, പോസ്റ്റൽ സർവീസുകൾ, വെറ്ററൻ സർവീസുകൾ, ഇമിഗ്രേഷൻ സർവീസുകൾ, FDA സർവീസുകൾ ഇതൊക്കെയാണ് ഡയറക്റ്റ് ബാധിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് HHS സർവീസുകൾ 40% ഫർലോ ആണ് വന്നിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഏകദേശം 90% ഫർലോ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അറ്റ് ദ സെയിം ടൈം ഇതോടെ പറയുകയാണ് സ്റ്റോപ്പ് ക്യാപ് ഫണ്ടിങ്ങിന് വേണ്ടിയുള്ള പ്രൊവിഷൻ ഇപ്പൊ ഇവിടെ ടോക്ക് നടക്കുന്നുണ്ട്. എവിടെ വരെ ആകുമെന്ന് നമുക്കറിയില്ല. ഏതായാലും വരും മണിക്കൂറുകൾ അല്ലെ വരും ദിവസങ്ങൾ നമുക്ക് എല്ലാവർക്കും ഈ അമേരിക്കൻ ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സങ്കീർണമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീജ, ശരി, വളരെ നന്ദി ശ്രീ സജിമോൻ ആന്റണി ഇത്ര വിശദമായ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. ആകാംക്ഷയോടെ തന്നെയാണ് അമേരിക്കയിലെ ജനങ്ങളും ഒപ്പം ലോകരാജ്യങ്ങളും അമേരിക്കയിലേക്ക് ഉറ്റുനോക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ വരാം. വയനാട് പുനർനിർമ്മാണത്തിന് കേന്ദ്ര സഹായം 260.56 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു. 2221 കോടി രൂപ ആവശ്യപ്പെട്ട കേരളത്തിനാണ് ഈ തുക നൽകിയത്. 1960 കോടി രൂപയുടെ കുറവ്. അസമിന് 1270 കോടിയാണ് നൽകിയത്. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, കേരളത്തിൽ സമാനതകളില്ലാത്ത നഷ്ടമാണ് ആ ദുരന്തത്തിലുണ്ടായത്. ആ സാഹചര്യത്തിലാണ് 2000-ലധികം കോടി രൂപ കേരളം ചോദിച്ചിരുന്നത്. 2221 കോടിയാണ് ചോദിച്ചത്. അതിന് പകരമാണ് ഈ തുച്ഛമായ തുക 1960 കോടി രൂപ കുറച്ച് നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ ഉത്തരവിൽ എന്താണ് പറയുന്നത്? ശ്രീജ, ഈ മുണ്ടകൈ ചൂരൽമര ദുരന്തത്തിലാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ സഹായമായി വന്നിരിക്കുന്നത്. ഇത് ഒരു ഉന്നതതല സമിതിയുടെ തീരുമാനമാണ്. അവർ നടത്തിയ പ്രഖ്യാപനമാണ്. അമിത്ഷായാണ് അതിന് അധ്യക്ഷം വഹിക്കുന്നത്. ഇതിപ്പോൾ ഏതാണ്ട് 260 കോടി രൂപ എന്ന നിലയ്ക്കാണ് കേന്ദ്രത്തിൻ്റെ ഒരു സഹായം വന്നിട്ടുള്ളത്. നേരത്തെ ഒരു സഹായം വന്നിരുന്നു. 529 കോടി രൂപയാണ് നേരത്തെ കേന്ദ്ര സർക്കാർ ഒരു ധനസഹായമായി സംസ്ഥാനത്തിന് പ്രഖ്യാപിച്ചത്. പക്ഷേ അത് വായ്പയായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഒരു ഗ്രാൻഡായല്ല ആ തുക നൽകിയത്. അതിൽ തന്നെ അന്ന്
വലിയ വിമർശനമുയർന്നിരുന്നു. ആകെയുള്ള ഒരു കാര്യം അതിന് പലിശ ഇല്ല എന്നതാണ്. മാത്രമല്ല 50 വർഷത്തെ കാലാവധിയുണ്ട് തിരിച്ചടവിന്. പക്ഷേ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ അത് ചെലവഴിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി ഈ പണം നൽകിയതിൻ്റെ കൂടെ കേന്ദ്രം മുന്നോട്ട് വെച്ചിരുന്നു. സംസ്ഥാനം സംബന്ധിച്ച് അത് വലിയ വെല്ലുവിളിയുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി 2 സ്റ്റേറ്റുകളിലായി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പുനരധിവാസം, മറ്റ് പാലങ്ങൾ, റോഡുകൾ, ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ചെറിയ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുക എന്നത് എളുപ്പമല്ല. നിർമ്മാണം അല്ല, അതിന് മുൻപുള്ള നടപടിക്രമങ്ങൾ പോലും പൂർണ്ണമായും ചെയ്യാൻ കഴിയാത്തൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ അത് ആ സാഹചര്യം നേരിടുന്ന ഒരു നിലയുണ്ടായി. ഇപ്പോൾ ഏതാണ്ട് 9ഓളം സംസ്ഥാനങ്ങൾക്കാണ് ഇത് ദുരന്തവുമായി ബന്ധപ്പെട്ട് പുനരധിവാസത്തിനുള്ള സഹായം നൽകിയിട്ടുള്ളത്. അതിൽ അസം, ബീഹാർ, കേരളം, ഒറീസ, ആന്ധ്രാപ്രദേശ് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളുണ്ട്. അതിലാണ് കേരളവും ഉൾപ്പെട്ടിരിക്കുന്നത്. ശ്രീജ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനം ആദ്യഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെട്ടത് 2000-ലധികം കോടി രൂപയാണ്. പക്ഷേ ഇപ്പോഴും 2 ഘട്ടങ്ങളിലുള്ള പ്രഖ്യാപനമായിട്ട് പോലും അങ്ങനെ ഒരു തുകയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. സംസ്ഥാനം ആവശ്യപ്പെടുന്നത് കേന്ദ്രം നൽകില്ല എന്നതുകൂടി വ്യക്തമാണ്. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. പല കാര്യങ്ങളിലും വലിയ തുകകൾ ചോദിക്കുമെങ്കിലും കേന്ദ്രം അവർക്ക് താല്പര്യമുള്ള ഒരു തുക മാത്രമായിരിക്കും സംസ്ഥാനത്തിന് നൽകുക. എല്ലാ സംസ്ഥാനങ്ങളോടും അങ്ങനെയാണ്. പക്ഷേ കേരളത്തോട് ഒരു പ്രത്യേക വിവേചനമുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ തുടർച്ചയായി പറയുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണണം. ഒരു കാര്യം കൂടിയുള്ളത്, ഏതാണ്ട് 11 നഗരങ്ങൾ, ആ നഗരങ്ങൾക്ക് ഈ മഴക്കാലത്തുണ്ടാകുന്ന മഴയിലുണ്ടാകുന്ന ദുരന്തം അത് മറികടക്കുന്നതിന് വേണ്ടി 2444 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൽ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ് പ്രത്യേകതയായി പറയാനുള്ളത്. രാജ്യത്ത് ആകെ 11 നഗരങ്ങൾക്കാണ് ഈ 2444 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. അതിൽ ഒരു നഗരമായി തിരുവനന്തപുരം മാറിയിരിക്കുന്നു എന്നതുകൂടി കാണണം. ശ്രീജ, ശരി. അറിവിൻ്റെ പുണ്യം തേടി നാളെ വിജയദശമിയാണ്. സംസ്ഥാനത്തും എമ്പാടും ആദ്യാക്ഷരം കുറിക്കുന്നതിനായി കുരുന്നുകൾ കൂട്ടത്തോടെ എത്തുന്ന ദിവസം. ആ ദിവസത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വിജയദശമിക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാവുകയാണ്. ഭക്തലക്ഷങ്ങൾക്ക് നിർവൃതിയായി ഇന്ന് ദേവിയുടെ വിഗ്രഹം പുറത്തെഴുന്നള്ളിച്ച് പുഷ്പരഥ ഘോഷയാത്ര നടന്നു. നാളെ പുലർച്ചെ 3:30 മുതലാണ് എഴുത്തിനിരുത്തൽ ചടങ്ങ് ആരംഭിക്കുക. കൊല്ലൂരിൽ നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. ഭക്തിനിർഭരമായ ചടങ്ങുകൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ രാവിലെ 3 മണിക്ക് തുടങ്ങിയ ക്യൂ ആണ്. ഈ കൊല്ലൂരിലെ ക്ഷേത്ര പരിസരത്ത് രാവിലെ 3 മണിക്ക് തുടങ്ങിയ ക്യൂ ആണ്. ഇപ്പോഴും അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ മഴയാണ് ഒന്ന് വില്ലനായി വരുന്നത്. അതിശക്തമായ മഴ രാവിലെ മുതൽ ഇടവിട്ട് പെയ്യുന്നുണ്ട്. മഴയെന്ന് പറയുന്നത് നല്ല മഴ പെയ്യുന്ന സാഹചര്യമാണ്. ഈ മഴയിലും വളരെ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ വന്ന ആളുകൾ പോലും ദേവിയെ കണ്ട് വണങ്ങി മടങ്ങാനുള്ള എല്ലാ ശ്രമങ്ങളും, കാരണം എത്രത്തോളം മോശം കാലാവസ്ഥയാണെങ്കിൽ പോലും അവരെല്ലാ വർഷവും വരുന്നവരുണ്ട്. നവരാത്രി കാലത്ത് മാത്രമേ ഇവിടെ ഇങ്ങോട്ടേക്ക് എത്തുന്നവരുണ്ട്, ആദ്യമായി വരുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ദേവിക്കുള്ള ഇഷ്ടമുള്ള പൂക്കളും മറ്റുമായി നിൽക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. ഇവരൊക്കെ ദേവിയെ കണ്ട് തൊഴുത് മടങ്ങാനുള്ള ശ്രമത്തിലാണ്. ഇതിനിടയിൽ ഇന്ന് രാവിലെ മുതൽ ചണ്ഡികാ പൂജ നടന്നിരുന്നു. അതിനുശേഷമാണ് ഏറെ പ്രശസ്തമായ രഥഘോഷയാത്ര നടന്നത്. രഥഘോഷയാത്ര പ്രൗഢഗംഭീരമായി തന്നെ നടന്നു. പുഷ്പ അലങ്കൃതമായ രഥം അത് ഒരു വട്ടം ദേവിയെ വലം വെച്ച്, അത് പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിൽ ദേവിയുടെ വിഗ്രഹം സ്ഥാപിച്ച് അത് വലം വെച്ച് നടന്നു. അത് വളരെ പ്രധാനപ്പെട്ട ചടങ്ങായിരുന്നു. ഭക്തർ അത് കണ്ട് ആത്മനിർവൃതി കൊണ്ടു. ആ രഥഘോഷയാത്ര ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോയി വരാം. സാധാരണയായി 3 തവണയാണ് ദേവിയെ രഥം വലം വെക്കുന്നത്. ദേവിക്ക് ചുറ്റും, ദേവിയുടെ മണ്ഡപത്തിന് ചുറ്റും വലം വെക്കുന്നത്. പക്ഷെ ഇത്തവണ ഒരു തവണയായി ചുരുക്കി. അത് കാലാവസ്ഥ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. മറ്റൊന്ന്, വലിയ ഭക്തജന തിരക്കുണ്ടായിരുന്നു. നമുക്കറിയാം വിജയിയുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട അപകടമൊക്കെ, വലിയ സ്റ്റാമ്പേഡൊക്കെ നിരവധി സ്ഥലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെയും
നാണയമെറിയുന്ന, അതായത് ഈ കൂടി നിൽക്കുന്ന ഭക്തർക്ക് നാണയം നൽകുന്ന പരിപാടി, ഒരു പ്രത്യേക ചടങ്ങുണ്ടായിരുന്നു. ആ നാണയം ലഭിക്കുന്നത് വലിയ ഭാഗ്യമാണ് എന്നാണ് ആളുകൾ കരുതുന്നത്, ഭക്തർ കരുതുന്നത്. അങ്ങനെ നാണയം ശേഖരിക്കാനൊക്കെയായി വലിയ ക്രൗഡൊക്കെ ഉണ്ടാകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇത്തവണ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് രഥഘോഷയാത്ര, മാതൃകാപരമായി തന്നെയാണ് രഥഘോഷയാത്ര സംഘടിപ്പിച്ചത് എന്നുള്ളതാണ്. അതിനുശേഷം ആ നാണയങ്ങൾ ശ്രീകോവിലിനുള്ളിൽ ആളുകൾക്ക്, അമ്പലത്തിനകത്ത് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന ഒരു പുതിയ സമ്പ്രദായത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. അത് ഈ പറഞ്ഞതുപോലെ മറ്റ് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ ഈ വരുന്ന ഭക്തർക്ക് വളരെ സുഗമമായി ദർശനം നടത്തി മടങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുന്നതിന്റെ ഭാഗമായി തന്നെയായിരുന്നു അത്തരത്തിലുള്ള ചെറിയ മാറ്റം ഇതുമായി ബന്ധപ്പെട്ട് വന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ദൃശ്യങ്ങൾ കാണുന്നത് പോലെ മലയാളികളായ നിരവധി ആളുകൾ ഇവിടെ ഇപ്പോഴും തടിച്ചുകൂടി നിൽക്കുകയാണ്. ഇവരൊക്കെ 2-3 മണിക്കൂറായി ക്യൂ നിന്ന് ദർശനം നടത്തി മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എല്ലാ വർഷത്തെ പോലെ തന്നെ പ്രൗഢഗംഭീരമായി തന്നെ ഇത്തവണ നവരാത്രി ആഘോഷങ്ങൾ കൊല്ലൂരിൽ പുരോഗമിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെയാണ് വിജയദശമി ദിവസം. പൂജയെടുപ്പുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നാളെ രാവിലെ 3 മണിയോടുകൂടി ഇവിടെ ആരംഭിച്ചു കഴിയും. നേരത്തെ പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ എല്ലാ ദിവസവും ഇവിടെ എഴുത്തിനെടുത്തുന്ന ചടങ്ങുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കൊല്ലൂർ മൂകാംബിക. അത്രത്തോളം വൈശിഷ്ട്യമായ സ്ഥലമാണ്. അവിടെ നാളെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങായ വിജയദശമി ദിനത്തിലെ എഴുത്തിനെഴുത്തൽ ചടങ്ങ് നടക്കും. രാവിലെ 3 മണിക്ക് ചടങ്ങ് ആരംഭിക്കും. 12:30 വരെയാണ് ചടങ്ങ് ഉണ്ടാവുക എന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളും സംവിധാനങ്ങളും എല്ലാം ഏതാണ്ട് പൂർണ്ണമായും സജ്ജീകരിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ഈ കാണുന്ന പോലെ ആളുകളുടെ ഇന്ന് നട മുഴുവൻ സമയവും തുറന്നിരിക്കുന്ന രീതിയാണ്. അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് പൂജകൾക്കായി മാത്രം നട അടയ്ക്കും. അതിനുശേഷം വീണ്ടും ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ തുറക്കും. അങ്ങനെയാണ്. അപ്പോഴും കാത്തിരുന്ന് ദേവിയെ കണ്ട് മടങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നാളെയും സമാനമായ വലിയ തിരക്ക് ഇവിടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. അത്രത്തോളം ഇവിടുത്തെ ലോഡ്ജുകളും ഹോട്ടലുകളും എല്ലാം പൂർണ്ണമായും ഫില്ലായി കഴിഞ്ഞു. ട്രെയിനുകൾക്ക് ടിക്കറ്റ് കിട്ടാനാവാത്ത അവസ്ഥയാണ്. ബസ് സർവീസുകളൊക്കെ, പ്രധാനപ്പെട്ട ബസ് സർവീസുകളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം വിജയദശമി ചടങ്ങുകൾക്കായുള്ള തയ്യാറെടുപ്പുകളിൽ കൂടിയാണ്. ക്യാമറാമാൻ വി വിനോദിനൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, ന്യൂസ് 18। संस्कृति मंत्रालय भारत सरकार के सचिव श्री विवेक अग्रवाल से मैं अनुरोध करूंगा कि वे पहले स्मारक डाक टिकट माननीय प्रधानमंत्री महोदय। വാർഷിക ദിനാഘോഷത്തിൽ RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ഒരു നൂറ്റാണ്ട് തികഞ്ഞ ദിനം ആഘോഷിക്കാൻ കഴിഞ്ഞ വോളണ്ടിയർമാർ ഭാഗ്യവാന്മാരെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പരാമർശം. മനോ ഭരത് വിവരങ്ങളുമായി. മനു, ആ സംഘടനയെ ഉയർന്നു വരാതിരിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നെന്നും അതിനെല്ലാം അതിജീവിച്ച പാർട്ടി അല്ലെങ്കിൽ സംഘടനയാണ് RSS എന്നുമായിരുന്നു ഇന്ന് നരേന്ദ്രമോദിയുടെ പരാമർശം. എങ്ങനെയൊക്കെയാണ് RSSന്റെ 100ാം വാർഷികാഘോഷങ്ങൾ നടക്കുന്നത്? കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഈ ചടങ്ങുകൾ നടന്നത്. അതുകൊണ്ട് തന്നെ ഈ സാംസ്കാരിക മന്ത്രി കൂടി ഗജേന്ദർ സിംഗ് കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ഒപ്പം ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും അതുപോലെ RSSൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് വിശേഷിപ്പിക്കാവുന്ന ദത്താത്രേയ ഹൊസബലയും ഈ ചടങ്ങിൻ്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഇതിൽ പ്രധാനമന്ത്രി RSSനെ പ്രശംസിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ സംസാരിച്ചത്. പക്ഷേ മറ്റു ചില സുപ്രധാന കാര്യങ്ങൾ കൂടി അദ്ദേഹം ഇന്ന് അവകാശപ്പെട്ടു. RSS ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് രഹസ്യതാവളം ഒരുക്കുന്നതിനും അതുപോലെ അവരെ സംരക്ഷിക്കുന്നതിനുമൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഒരു നീരസവുമില്ലാതെ ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചു. ബ്രിട്ടീഷ് വിരുദ്ധത ശക്തമായി ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ വളരെ ശക്തമായി പങ്കെടുക്കുകയും സജീവമായി നിലയുറപ്പിക്കുകയും ചെയ്തു. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ഓടിയെത്തുകയും അവിടെ സേവന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെ വളരെ സ്തുത്യർഹമായൊരു പ്രവർത്തനമാണ് RSS നടത്തിയത് കഴിഞ്ഞ 100 വർഷം എന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. RSS പ്രധാനമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആപ്തവാക്യം പ്രധാനമന്ത്രി ഇന്ന് എടുത്തു പറഞ്ഞു. അത് എല്ലാവരും രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കുക, എൻ്റേതായി ഒന്നുമില്ല എന്ന ഒരു ആപ്തവാക്യമുണ്ട്. രാഷ്ട്രായ സ്വാഹ ഇദം രാഷ്ട്രായ എന്ന ഈ വാക്യം, ഇദം ന മമ എന്ന ആ വാക്യം അദ്ദേഹം ഇന്ന് ആവർത്തിച്ചു. അതോടൊപ്പം തന്നെ ഈ നാണയം പുറത്തിറക്കി. ഭാരത് മാതാവിൻ്റെ ചിത്രമുള്ള അല്ലെങ്കിൽ അത് രൂപം ആലേഖനം ചെയ്തിട്ടുള്ള നാണയം പുറത്തു വരുന്നു. സ്റ്റാമ്പിൽ 1963 RSS
റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തുകൊണ്ടുള്ള ചിത്രമൊക്കെ വെച്ചുകൊണ്ടുള്ള സ്റ്റാമ്പുകളും ഇന്ന് അദ്ദേഹം പുറത്തിറക്കി. അങ്ങനെ രാഷ്ട്ര നിർമ്മാണത്തിലും രാഷ്ട്രത്തിൻ്റെ ഒരു നവീകരണത്തിലുമൊക്കെ വലിയ തോതിൽ പങ്കുവഹിച്ച RSS പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. പലപ്പോഴും കുറ്റപ്പെടുത്തലുകളും തെറ്റായ കുറ്റാരോപണങ്ങളും ഒക്കെ RSS നേരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ അതിനെ രണ്ടിനെയും പ്രശംസയെയും കുറ്റാരോപണത്തെയും ഒരുപോലെ കണ്ടുകൊണ്ട് അവർ നിസ്വാർത്ഥമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. ഗാന്ധിവധം പോലുള്ള കാര്യങ്ങളിൽ RSSനെ തെറ്റായ രീതിയിൽ ഉൾപ്പെടുത്തിയപ്പോഴും വളരെ നിസ്വാർത്ഥമായുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചതിനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രധാനമായും നടത്തിയത്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. കാത്തിരിപ്പിന് അവസാനം കാന്താര എത്തുന്നു. കാന്താര ചാപ്റ്റർ 1 നാളെ തിയേറ്ററുകളിലേക്ക്. രാജ്യമൊട്ടാകെ 6000-ൽ പരം പ്രദർശനങ്ങളാണ് ആദ്യ ദിനം കാന്താരയ്ക്ക്. കേരളത്തിൽ മാത്രം 885 പ്രദർശനങ്ങളുണ്ട്. കേരളത്തിൽ ആദ്യ പ്രദർശനം രാവിലെ 6:30-ക്കാണ്. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ. ഹരി, ആദ്യ വിവരങ്ങൾ വരുന്നത് കർണാടകയിൽ നിന്നാണ്. പ്രിവ്യൂ ഷോയുടെ വിവരങ്ങൾ. അത് വരുമ്പോൾ ഗംഭീര പ്രതികരണമാണ്. കാത്തിരിപ്പിന് അർത്ഥമുണ്ടാകുമെന്ന് തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ. എന്തൊക്കെയാണ് കേരളത്തിലെ ഒരുക്കങ്ങൾ? തീർച്ചയായും വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ തന്നെയാണ്. കാന്താരയുടെ ആദ്യ പ്രിവ്യൂ ഷോ ഇന്നാണ് നടന്നത്. കർണാടകയിൽ വെച്ചാണ് നടന്നത്. അതിഗംഭീരമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സത്യം പറയുകയാണെങ്കിൽ കാന്താര 2022-ൽ റിലീസ് ചെയ്ത സിനിമയാണ്. അന്ന് ഒരു തരത്തിലുള്ള ഹൈപ്പും ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് വന്ന് കൊടുങ്കാറ്റായി മാറിയ ചിത്രവും കൂടിയാണ് ഋഷഭ് ഷെട്ടിയുടെ കാന്താര. അന്നാണ് ഋഷഭ് ഷെട്ടി എന്ന നടനെ പോലും മലയാളികൾ ഉൾപ്പെടെ അറിയുന്നത്. ഇന്ന് 3 വർഷങ്ങൾക്കിപ്പുറം കാന്താര ചാപ്റ്റർ 1, അതായത് 2ാം ഭാഗം പുറത്തിറങ്ങുമ്പോഴേക്കും പ്രിവ്യൂ ഷോ നൽകുന്നത് അതിഗംഭീര റിപ്പോർട്ടുകൾ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ നാളെയാണ് ചിത്രത്തിൻ്റെ റിലീസ് ലോകമെമ്പാടും ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കേരളത്തിൽ രാവിലെ 6:30-ന് ഷോ ആരംഭിക്കുന്നു. ആദ്യത്തെ ഷോ മിക്ക സെൻറ്ററുകളും, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട് തുടങ്ങിയ പ്രധാന സെൻറ്ററുകളിലൊക്കെ തന്നെ ഹൗസ്ഫുള്ളായി മാറുന്ന ഒരു കാഴ്ചയും കൂടിയുണ്ട്. സ്വാഭാവികമാണ്, കാരണം 2022-ൽ കാന്താര പോലൊരു ചിത്രത്തിനുണ്ടാക്കിയ ഒരു ഭീകരമായ ഹൈപ്പ് 2ാം ഭാഗത്തിലേക്ക് വരുമ്പോഴേക്കും അത് അതേപോലെ തന്നെ ഋഷഭ് ഷെട്ടിക്കും ടീമിനും പുൾ ഓഫ് ചെയ്യാൻ സാധിക്കുമെന്നൊരു വലിയ സംശയങ്ങൾ, പ്രതീക്ഷകളൊക്കെ തന്നെ ഉണ്ട്. KGF-ഉം അതുപോലെ തന്നെയായിരുന്നു. KGF-ന് 2ാം ഭാഗം വന്നപ്പോഴും ആദ്യ ഭാഗത്തിന് ഒരു പ്രതികരണവും ഇല്ലാതെ വന്ന് തിയേറ്ററുകളിലേക്ക് വന്ന് കൊടുങ്കാറ്റായി മാറി. അങ്ങനെ കന്നഡ സിനിമ ഇൻഡസ്ട്രി ഒട്ടാകെ തന്നെ മാറ്റിമറിച്ചൊരു വർഷം കൂടിയായിരുന്നു 2022. 2025-ലേക്ക് വരുമ്പോഴേക്കും കാന്താരയുടെ 2ാം ഭാഗം വരുമ്പോൾ വലിയ പ്രതീക്ഷകൾ തന്നെയാണ്. എന്തായാലും പ്രിവ്യൂ ഷോ റിപ്പോർട്ടുകൾ തെറ്റിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഋഷഭ് ഷെട്ടിയുടെ ഈ സിനിമ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങളിൽ നിന്ന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 4 പേരോളം ഈ ചിത്രീകരണ വേളയിൽ മരണപ്പെട്ടിരുന്നു. ഒരു ബസ് അപകടം സംഭവിക്കുന്നു. ഋഷഭ് ഷെട്ടി തന്നെ ഈ ചിത്രീകരണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ടൊരു ബോട്ട് അപകടം ഉണ്ടാവുകയും ചെയ്തു, ഒരു ബോട്ടിന്റെ സീക്വൻസിനിടയിൽ വെച്ച്. അങ്ങനെ പല പല അപകടങ്ങളും സംഭവിച്ചിരുന്ന ഒരു സിനിമാ സെറ്റിനിടയിൽ ആയിരുന്നു കാന്താരയുടെ ഷൂട്ടിങ്ങും കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ട്രെയിലറിന് അതിഗംഭീരമായ റെസ്പോൺസ് ഉണ്ടായിരുന്നു. കേരളത്തിലേക്ക് ഈ സിനിമ എത്തിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ്. തെലുങ്കിൽ മൈത്രി മൂവി മേക്കേഴ്സ് എത്തിക്കുന്നു. അങ്ങനെ ഇന്ത്യ ഒട്ടാകെ തന്നെ ഈ സിനിമ വലിയ തരംഗമായി മാറുന്ന ഒരു കാഴ്ചയും കൂടി ഒരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ നാളെ രാവിലെ 6:30-ക്ക് കൃത്യം കേരളത്തിൽ ഷോ ആരംഭിക്കുമ്പോഴേക്കും ആരാധകരൊക്കെ തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ്. നാളെ പ്രത്യേകിച്ച് കേരളത്തിലെ പല പല സെൻറ്ററുകളിലായി ഫാൻസ് പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും 6:30-ക്ക് ഷോ ആരംഭിക്കും. ഏകദേശം 9:30-ഓടുകൂടി ഷോ കഴിയും. ആ സമയത്ത് ആദ്യ പ്രതികരണങ്ങൾ എന്താകും എന്നുള്ളതാണ് ഏറ്റവും ഉറ്റുനോക്കുന്ന കാര്യം. അവസാനമായി അവസാനം ഒരു 1000 കോടി പ്രതീക്ഷ വെക്കുന്ന ഈ വർഷത്തെ ഒരു അവസാനത്തെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റിൽ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയും കൂടിയാണ് കാന്താര. ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊന്നും ഇല്ല. അങ്ങനെ 1000 കോടിക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയും കൂടിയാണ് കാന്താര ചാപ്റ്റർ 1 എന്ന 2ാം ഭാഗത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾ മാത്രം ബാക്കിയുണ്ട്. പ്രിവ്യൂ ഷോയ്ക്ക് അതിഗംഭീരമായ റിപ്പോർട്ടാണെങ്കിൽ പോലും സാധാരണ ഓഡിയൻസിലേക്ക് എങ്ങനെയാണ് ഈ സിനിമ എത്തിപ്പെടുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ശരിയാണ്. എത്രയെത്ര വിവാദങ്ങൾ, അതിനിടയിൽ എത്രയെത്ര നിർഭാഗ്യകരമായ സംഭവങ്ങൾ. അതിനൊക്കെ ഒടുവിൽ കാന്താര ചാപ്റ്റർ 1, നമ്മൾ കാന്താര 2 എന്ന് പറയുമെങ്കിലും അത് കാന്താര ചാപ്റ്റർ 1 ആണ്. നാളെ 6:30-ക്ക് കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തുകയാണ്. അന്ന് കാന്താരയുണ്ടാക്കിയ ആ ഓളം, ആ ആവേശം, അതൊന്നും നമ്മൾ മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നമുക്കതിലേക്ക് ഉറ്റുനോക്കാം. വളരെ ആകാംക്ഷയോടെ എന്താണ് കാന്താര ചാപ്റ്റർ 1 കാത്തുവച്ചിരിക്കുന്നതെന്ന് കാത്തിരിക്കാം. ഇനി ഇന്നത്തെ പഞ്ച് ഡയലോഗിലേക്ക്. CPM-ന്റെ ബി ടീം അല്ലെന്ന ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗ്. ആ കിനാവ് അങ്ങനെ ആരും കാണേണ്ട. CPI സ്വന്തം വ്യക്തിത്വം പണയപ്പെടുത്തില്ല. ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് വിമർശനങ്ങളെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. എല്ലാ വിമർശനങ്ങളും CPIക്ക് അറിയാം. LDFനെ LDF ആക്കാൻ വേണ്ടിയാണ്, ഇടതുപക്ഷത്തിനെ ഇടതുപക്ഷമാക്കാൻ വേണ്ടിയാണ്, ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ആ ബോധ്യമുള്ള പാർട്ടിയാണ് CPI. അതിനർത്ഥം ഒരു നിമിഷം പോലും CPIയുടെ വ്യക്തിത്വം പണയപ്പെടുത്തിക്കൊണ്ട് ആരുടെയെങ്കിലും PTയുമായി മാറുമെന്നല്ല. ആ കിനാവൊന്നും ആരും കാണേണ്ടതില്ല.
ഇതോടെ ഇന്ന് ന്യൂസ് at 9 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോൾ കാണും.